നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. അങ്ങനെ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാദേശിക സമയം അമേരിക്കയിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം പറയാൻ പോകുന്ന ഒരുപക്ഷെ 3 കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ മെയിൻ എന്ന് പറയുന്നത് അവിടുന്നുള്ള പിന്മാറ്റം, എത്ര ദിവസം കൊണ്ട് ഒരുപക്ഷെ അമേരിക്കൻ സേന പിന്മാറും. ഒരു പക്ഷേ 2-3 ആഴ്ചകൾക്കുള്ളിൽ അമേരിക്ക പിന്മാറും. ഇതുവരെ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷനിൽ അമേരിക്ക എന്തൊക്കെ അച്ചീവ് ചെയ്തു, അമേരിക്കയുടെ എന്തൊക്കെ സക്സസ് ആണ് എന്നൊരു പക്ഷെ അദ്ദേഹം ഇന്ന് വന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട് അദ്ദേഹം ഇന്ന് ചൂസ് ചെയ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 1 മാസത്തോളമായി ആരംഭിച്ചിരിക്കുന്ന എപ്പിക് ഫ്യൂറിക്ക് ശേഷം ഇന്നേ ദിവസം ട്രംപ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കണം. കാരണം വേറൊന്നുമല്ല, ഇന്നലെ രാത്രി പ്രാദേശിക സമയം രാത്രിയോടെ ഇറാനിൽ അൺലീഷ്ഡ്, ഇറാൻ മുഴുവൻ 70ഓളം വിമാനങ്ങളാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ വിമാനങ്ങൾ തകർത്ത് താണ്ഡവം ആടുകയായിരുന്നു ഇന്നലെ ഇറാനിൽ. ഈ വിവരം കേരളത്തിലെത്താൻ അല്പം സമയമെടുക്കും. ഇസ്ഫഹാനിലെ IRGC മിലിറ്ററി കേന്ദ്രങ്ങൾ മുതൽ ബങ്കറുകൾ മുതൽ ഡീസലിനേഷൻ പ്ലാന്റ് വരെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. സ്റ്റീൽ പ്ലാന്റ്, അതായത് ഈ സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് അവിടെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ്. അതായത് സ്റ്റീൽ പ്ലാന്റ് അവിടുന്ന് സ്റ്റീൽ ഉണ്ടാക്കുന്നു. അവരുടെ പ്രാദേശിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ പോലും ഉണ്ടാക്കുന്ന താവളമല്ല, അതൊരു പ്ലാന്റ്, അതിനെ പോലും വെറുതെ വിട്ടില്ല ട്രംപിന്റെ രോഷം. ട്രംപ് എന്താണ് ഇറാനോട് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ദിവസങ്ങളും മാസങ്ങളും എടുക്കും. ഒരുപക്ഷെ എൻ്റെ അടിയിൽ വന്ന് ഒരുപക്ഷെ പറയുമായിരിക്കും, സത്യമല്ല, നുണയാണ്, ഞാൻ കരയുന്നൊക്കെ. പക്ഷെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഒരാഴ്ച മുമ്പ് വളരെ വ്യക്തമാക്കി പറഞ്ഞു, 72 hours, 3 ദിവസങ്ങൾക്കുള്ളിൽ ട്രംപ് കാര്യങ്ങൾക്കൊരു തീർപ്പാക്കും. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്നലെ രാത്രി ട്രംപും കൂട്ടരും ചെയ്ത പണി എന്നുള്ളത്, ട്രംപ് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു, മുന്നോട്ട് പോവുകയാണെങ്കിൽ പോട്ടെ, അതായത് ഇറാന് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു അമേരിക്കയുടെയും മറ്റുള്ള ഗൾഫ് ദേശങ്ങളുടെയും സഖ്യരാജ്യങ്ങളുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ അതല്ല, ഒരു ചർച്ചകൾക്ക് മുന്നോട്ട് വരാതെ, അതായത് സൂയിസൈഡ് മിഷനുമായി മുന്നോട്ട് പോയി ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള തീരുമാനിച്ചിരിക്കുന്നത് 4 ശക്തികളാണ്. ഈ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന 4 ആക്സസ്, അതായത് ഇന്ന് ലോകത്തിന്റെ സമവാക്യം കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ആ ഒരു സമവാക്യമുണ്ട്, അതായത് അമേരിക്കൻ നാറ്റോ അലയൻസ്. അത് ഒരുപക്ഷെ നാളെ മുതൽ മാറാൻ പോകുന്നു. അമേരിക്ക, പിന്നെ വരാൻ പോകുന്നു UAE, പിന്നെ സൗദി, ഇസ്രായേൽ, ഈ 4 പേരുടെയും അച്ചുതണ്ടായിരിക്കും ഒരുപക്ഷെ വരും കാലങ്ങളിൽ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഇന്നലെ നടന്ന മിഷൻ വാസ് കോർഡിനേറ്റഡ് ബൈ അമേരിക്ക, മൊസാദ്, ഗ്രൗണ്ടിലെ മൊസാദും അമേരിക്കയുടെ ചാരന്മാരും CIA ചാരന്മാരും ഫ്രഞ്ചിന്റെ ചാരന്മാരും സൗദി ചാരന്മാരും കൂടി 70ഓളം വിമാനങ്ങൾ മുകളിൽ കിടന്ന് വട്ടം വിട്ട് പറക്കുന്നവർക്ക് ലൈവ് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയായിരുന്നു അടിയിലെ ഏജന്റുമാര്. ഇവിടെയുണ്ട്, ഈ ബങ്കറിൽ നിന്ന് ഈ നിമിഷം പുറത്തിറങ്ങി വരും മൊബൈൽ ട്രക്കിൽ നിന്ന് വെടിവെക്കാൻ. മറ്റേ മൊബൈൽ ട്രക്കിൽ വെച്ചാണ് ഈ വിടുന്നത് മിസൈലുകളും ബലിസ്റ്റിക് മിസൈലുകളും പിന്നെ ഈ ഡ്രോണുകളും എല്ലാം. നിമിഷം, അതായത് എക്സാക്ട്ലി വിവരങ്ങൾ അടർത്തി കൊടുത്തുകൊണ്ടാണ് ഇന്നലെ ആക്രമണം താണ്ഡവമാടിയിരിക്കുകയാണ്. ഈ 3 ആഴ്ച എന്ന് പറയുന്നത് ഒരു പക്ഷെ ട്രംപ് പിന്മാറും. എക്സാക്ട്ലി അമേരിക്കൻസിന് ഇന്ന് രാത്രി ദിവസം കൊടുക്കും, ടൈം ലൈൻ കൊടുക്കുന്നതായിരിക്കും എന്ന് പിന്മാറുമെന്ന്. കാരണം അമേരിക്കയുടെ അകത്തും രോഷം അണപൊട്ടുകയാണ്. കാരണം ഇവിടെയും ഈ പറയുന്ന എണ്ണ വില കുതിച്ചുയരുന്നു. അപ്പോൾ അമേരിക്കൻസിന് ഉത്തരം കിട്ടിയേ പറ്റൂ. എത്ര നാൾ എന്നേക്ക് ഇന്ന് ഉത്തരം പറയുന്നതായിരിക്കും. വിത്തിൻ 3 weeks ഒരു പക്ഷേ അവിടെ ഈ പറയുന്ന ഗ്രൗണ്ട് ഓൺ ബൂട്ടിലേക്ക് സാധ്യത കൂടുതലാണ്. എൻ്റെ അറിവിൽ ഇന്നലെ ഏകദേശം 4500 IRGC പട്ടാളക്കാർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബേണിങ്, അതായത് GB2 അതോടൊപ്പം തന്നെ ബോംബേഴ്സുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഏകദേശം 200 ടാർഗറ്റുകൾ ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. ഇഷാം എന്ന് പറയുന്ന ഐലൻഡിലെ ഡീസലേഷൻ പ്ലാന്റ് പോയിരിക്കുന്നു. പല പട്ടാളക്കാരും കമാൻഡ് പോസ്റ്റുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്നു. കാരണം വേറെ ഒന്നും കണ്ടല്ല, ശമ്പളമില്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും
ഇനി എന്തായാലും നമുക്കൊരു ബക്കറ്റ് പിരിവ് ഉടനടി ആരംഭിക്കേണ്ടി വരും. കാരണം വളരെ മോശമായ അവസ്ഥയാണ്, പണമില്ല. അതുകൊണ്ടാണ് അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രശസ്തിയാൻ കടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത്. നമുക്ക് പണമില്ല, നമുക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, രാജ്യത്തിന്റെ ആഭ്യന്തര ഘടന ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ആഗ്രഹിച്ചാണ് ഗൾഫ് ദേശങ്ങൾ. പക്ഷേ തുടരെയുള്ള ആക്രമണം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. വിവരങ്ങൾ പ്രകാരം ബലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം തുടരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം മൊബൈൽ ലോഞ്ചേഴ്സ് പുറത്തു വന്നാൽ ആ നിമിഷം അവരെ ആക്രമിക്കുകയാണ്. ആ നിമിഷം ഈ പറയുന്ന ഈ മുകളിലുള്ള ഇത് കേരളത്തിലെ മലയാളത്തിലേക്ക് ന്യൂസുകളൊക്കെ വരാൻ സമയമെടുക്കും, മാസങ്ങൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ലോകത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി പറയാൻ ഉദ്ദേശിച്ച് ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിൻ്റെ അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം വരും ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. കാരണം വളരെ കുറച്ചാണ് ഈ പറയുന്ന പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇനി വരാൻ പോകുന്ന ആക്സിസ് ഈസ് ഓൾ റൂൾ ബൈ അമേരിക്ക. ഇവരും 4 പേരും തീരുമാനിക്കും എന്തായി തീരുമെന്നുള്ളത്. ഇതൊരു വലിയൊരു മാറ്റം. ഇന്ന് ട്രംപിന്റെ മീറ്റിംഗ്, ട്രംപ് എന്താണോ പറയാൻ പോകുന്നത് നമുക്ക് കാതോർക്കാം.